പറ്റും. നമ്മുടെ മീൻ ഇട്ടില്ലേ, ആ മീനിൻ്റെ പൊക്കത്ത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ ഇല്ലേ, അത് ശരിക്കും ഇങ്ങനെ അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ പതിഞ്ഞിരിപ്പുണ്ട്. നല്ല കുരുമുളക് പൊടി കഴിക്കുമ്പോൾ തന്നെ കിട്ടും കുരുമുളകിൻ്റെ ടേസ്റ്റ്. നമ്മൾ വീട്ടിലേക്ക് ചിലപ്പോൾ ഈ ഒരു പീസായിട്ടൊന്നുമല്ല ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ക്വാണ്ടിറ്റി നമ്മുടെ അംഗങ്ങൾക്കെല്ലാം ഞങ്ങളിതൊക്കെ സ്ഥിരം ഉരുളി ഇതുപോലെ ഉരുളികളിൽ 10, 20, 25 പീസുകൾ ചെയ്തിടും. നിങ്ങൾ ഇങ്ങനെ സിംഗിൾ പീസായിട്ടല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് വ്യത്യാസം വരുന്നത്. ശരിക്കും എന്താ പറയുക, നന്നായിട്ട് ബോയിൽ ആവുന്നുണ്ട്. നല്ല ഫിഷിൻ്റെ ഫ്ലേവർ. കുറച്ച് നേരം എത്ര നേരം ഒന്ന് ബോയിലാവും? ബേക്കറെന്ന് വെച്ചാൽ പെട്ടെന്ന് ബോയിലാണ്, ചൂടടിച്ചാൽ മതി. ആണല്ലേ. ഇത് നമ്മൾ ഫിഷ് മോളിക്ക് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്താണ് ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നത്? ആൾക്കാർ ആവശ്യപ്പെടുന്നത് മോളിക്കൊപ്പം എനിക്കിത് കഴിക്കണം നല്ല രീതിയിൽ ആവശ്യപ്പെടുന്ന എന്തൊക്കെയാണ് ഓർഡർ? ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ മടക്ക് ചപ്പാത്തി. മടക്ക് ചപ്പാത്തി കുഴപ്പം? മടക്ക് ചപ്പാത്തി എന്ന് വെച്ചാൽ കാണിക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് അതായത് ഫോൾഡിങ് ചപ്പാത്തി ഉണ്ട്, ഫോൾഡിങ് ഉണ്ട്, അതുപോലെ തന്നെ കള്ളപ്പം. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ നാഷണൽ കള്ള് തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആണ്. പലയിടത്തും വേറെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെയൊക്കെ കിട്ടുന്ന താറാവ് കറി, കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ ഇലയിൽ പൊള്ളിച്ചത്, പിന്നെ എല്ലാം ഉണ്ട്. വരാൽ കറി, കാരി എല്ലാം ഇവിടെ കിട്ടും. അന്നപ്പോൾ കണ്ടില്ല കുറേ ബോർഡൊക്കെ എഴുതി വെച്ചേക്കണത്, എല്ലാം ഇവിടെ ഉണ്ട്. കാരി ഫ്രൈ, നിങ്ങൾ കണ്ട വാളത്തല. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിന് അടുത്ത പാല് ചേർക്കണം. ഒന്നാം പാല് ചേർത്ത് ഇറക്കണം. ഉള്ളൂ ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. ഓരോന്ന് ചെറിയ ചെറിയ സ്റ്റെപ്സാണ്. നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം. എന്തായി കൂടെ ഇതൊക്കെ വെറുതെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കണം. ആർക്കും മെനക്കെടാൻ കഴിയത്തില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇല്ല, ഇപ്പോൾ എല്ലാവരും നമ്മളെല്ലാം ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാര്യം നമ്മുടെ ഇങ്ങനത്തെ ഡിഷുകൾ പലരും ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിലുണ്ടാക്കാറുണ്ട്, ഇങ്ങനെയുണ്ട്, പിന്നെ പല സജഷൻസും പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ ആൾക്കാർ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കുന്നുണ്ട്. നമ്മൾ കാണിക്കുന്നതൊക്കെ മിക്കതും ഇപ്പോൾ എല്ലാവർക്കും വളരെ താല്പര്യമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത്. ട്രഡീഷണൽ ഫുഡും ബാക്കി എല്ലാത്തിനും ഇപ്പം നല്ല ഡിമാൻഡാണ് എവിടെ പോയാലും. ഇപ്പം പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുമ്പോഴേ അത് അറിയുള്ളൂ. ഫീലിംഗ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ അവിടെ ഒരു ഹോട്ടൽസിൽ പോയി ചോദിക്കുമ്പോഴാണെങ്കിൽ അവിടെ ബിരിയാണിയും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ വില കുറവും നമ്മുടെ ഫുഡിന് കൊടുക്കുന്ന വിലയും. അതെ, നെക്സ്റ്റ് ഒന്നാം പാല് ആയല്ലേ. നമ്മൾ ഒന്നാം പാല് ഉപയോഗിക്കുമ്പോൾ ഒന്നാം പാല് ഒഴിച്ചിട്ടുണ്ട്. നല്ല നാളികേരത്തിൻ്റെ പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വാങ്ങാല്ലേ. പാല് വെച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ലല്ലോ. ഒന്നാം പാല് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുറുക്ക് ചെറുതായിട്ടൊന്ന് കുറിക്കാൻ കഴിഞ്ഞാൽ സാധനം സെറ്റപ്പായി. കുറച്ച് നേരം ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര നേരം എടുക്കും? ഇത് ഏകദേശം ഈ മീൻ ബോയിൽ ആകുന്ന ടൈമിങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ പോയി. ഇനിയിപ്പോൾ ഏകദേശം റെഡിയായി. ഇതിലേക്ക് ഇനി നമുക്ക് 2-3 സ്ലൈസ് ചെറിയ പുളിപ്പിൽ. അതായത് പുളിപ്പ് മാത്രമല്ല, അത് ബോയിലാവുകയും ചെയ്യല്ലേ, ബോയിലാവുകയും ചെയ്യരുത്. നമ്മൾ ഗാർണിഷിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടല്ലേ 3 തക്കാളി നടുവിനെ കയറിയത് കഴിഞ്ഞു, സംഭവമേ കഴിഞ്ഞു. ഇപ്പോൾ ഒന്നും മാറ്റിയാൽ മതി. ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു നാരങ്ങ നീര് കുറച്ചും ഒഴിച്ചു കൊടുക്കാം. റെഡിയായിട്ടുണ്ട്. റെഡിയായി, സംഭവം റെഡിയായി. നമ്മുടെ ഫിഷ് മോളി റെഡിയായി. നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒന്ന് തൂന്ന് എടുത്ത് നമ്മുടെ പാത്രത്തിലോട്ട് നമ്മുടെ കിണ്ണത്തിലോട്ട് മാറ്റും. ഏകദേശം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യണം. ഓരോരുത്തരുടെ ഇഷ്ടം അത്രേ ഉള്ളൂ. ചിലർ ചിക്കൻ കറിയിൽ മല്ലിയിലിടും, ചിലർക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെ ഓരോന്നും. നമ്മുടെ ഫിഷ് മോള് തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ പ്ലേറ്റ് എടുത്ത് ഞാൻ കൈ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷ് മോളി പൊടിഞ്ഞു പോയി. ഇല്ല, ഒരു ചെറിയൊരു കുഴപ്പമില്ല, എന്തായാലും എനിക്കെല്ലാം. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇനിയിപ്പോൾ ഇതങ്ങോട്ട് വയ്ക്കാം. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഇറച്ചി ഇടിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഫിഷ് മോളി കഴിഞ്ഞടുത്ത് നമ്മൾ ഇറച്ചി ഇടിച്ചുലത്ത് വേറൊന്നുമല്ല, നമ്മുടെ ഇറച്ചി തന്നെയാണ്. നന്നായിട്ട് ബോയിൽ ചെയ്ത് ഇടിച്ച് എടുത്ത് വെച്ചേക്കാണ്. ഇങ്ങനെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും തുടങ്ങാം. ഇതെങ്ങനെയാണെന്ന് പറയണം. അതിൻ്റെ വേവിച്ച് വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ശകലം ഗരം മസാല ഇട്ട് നമ്മൾ ഇറച്ചി വേവിച്ച് പറ്റിച്ചെടുക്കുകയാണ്. നമ്മൾ പറ്റിച്ചെടുക്കുകയാണ്. അതായത് പറ്റിച്ചിറച്ചി വേവിച്ച് പറ്റിച്ചെടുത്തിട്ട് അത് നമ്മൾ ഉരലിട്ടിടിക്കുകയാണ്. കല്ലിലിട്ട് ഇടിച്ച് ഉടയ്ക്കുകയാണ്. ഉടച്ചിട്ടാണ് അതിനെ വീണ്ടും നമ്മൾ ഫ്രഷ് ബീഫ്. അല്ലല്ല, നമ്മൾ അങ്ങനത്തെ ഡിഷ് ഉണ്ടല്ലോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പേരുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ കാടുകളിലൊക്കെ ഈ മറ്റേ
കാട്ടുപോത്തുകളൊക്കെ പിടിച്ചിട്ട് ഒരെണ്ണത്തിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ചേരിലൊക്കെ വെച്ച് ഇറച്ചികളൊക്കെ ഉണക്കി അത് അതിനെ വീണ്ടും വെച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് വേഗം പിന്നെ പാടായ കാരണം വീണ്ടും അത് വിരലിട്ട് ഇടിച്ച് ഇത് ഡ്രൈ ആക്കി വളരെ വർഷങ്ങളോളം സൂക്ഷിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പോഴും ഈ ബീഫിനെ തന്നെ ആ രീതിയിൽ ഇടിച്ച് കൊലത്തി ഇത് ടിന്നിലിട്ട് വയ്ക്കാം കുറേ കാലങ്ങൾക്ക് വയ്ക്കാം. അതുകൊണ്ട് നമുക്ക് ആ ടേസ്റ്റ് അറിയേണ്ടതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു. തീർച്ചയായിട്ടും ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കോക്കനട്ട് ഏകദേശം ഐറ്റംസ് എല്ലാം ചെയ്യുന്നില്ല, പക്ഷെ പ്രിപ്പറേഷൻ രീതിയാണ് മാറുന്നത് അല്ലേ? ഇടുന്ന സമയവും ഇടുന്ന രീതിയും ക്വാണ്ടിറ്റിയും എല്ലാം അതാണ് ടേസ്റ്റ് മാറ്റുന്നത്. അല്ല അതിനെ നമ്മൾ നല്ല നാളികേരക്കൊത്ത് തേങ്ങാക്കൊത്ത് എടുത്ത് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ശരിക്കും ഒന്ന് എന്താ പറയുക ഒരു ബ്രൗൺ കളറായി നിൽക്കുന്ന രീതിയിൽ ആവണം. ഏകദേശം വറ്റൽമുളക് ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഫ്രൈ ആയി അതൊന്ന് മുറിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി, ഇത് ചോപ്ഡ് ഇഞ്ചി നന്നായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചിയാണ്. നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞതല്ല, നീളത്തിൽ അരിഞ്ഞല്ല, ചോപ്ഡ് ജിഞ്ചർ അതിട്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് രണ്ടും കൂടി ഒന്നുകൂടി സോട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഏകദേശം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി. പിന്നെ നമ്മുടെ പച്ചമുളക് നടുവേ കയറിയത്. ഇതൊരല്പം സ്പൈസി ആണോ? സ്പൈസി ഡിഷാണോ? സ്പൈസി വേണമല്ലോ. എന്തായാലും ഈ നോൺ വെജിറ്റേറിയൻ അല്പം സ്പൈസി ആയിരിക്കും എപ്പോഴും നല്ലതാണ്, പ്രത്യേകിച്ച് ഇടിയിറച്ചി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്ഡ് ഇതിനകത്തെല്ലാം ചോപ്ഡ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യണം. ചോപ്ഡ് ഒനിയനും ചുവന്നുള്ളി നമ്മൾ ചോപ്ഡ് ഒനിയനും ചോപ്ഡ് ചുവന്നുള്ളിയും. എന്നാൽ ചുവന്നുള്ളിയുടെ ഫ്ലേവർ ഒന്നും വേറെ തന്നെ വേറെ ചുവന്നുള്ളിയുടെ ഫ്ലേവർ അതാണ് ഇത്തിരി കൂടി ടേസ്റ്റ് ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ചുവന്നുള്ളി എല്ലാം ടേസ്റ്റാണ് എല്ലാത്തിനും നമ്മൾ ഇറച്ചി ചേർക്കുമ്പോഴും അല്ലാണ്ട് ഇടുമ്പോഴും. കുറച്ചുകൂടി നമ്മൾ സവാള കൊത്തിയരിഞ്ഞത് ഇടാണ്. സവാള കൊത്തിയരിഞ്ഞ് കുറച്ച് ഇട്ടിട്ടുണ്ട്. കുറച്ച് നമ്മുടെ കറിവേപ്പില ഇപ്പം ശരിക്കും നന്നായിട്ട് വഴണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൗണിഷ് കളർ ഇപ്പോഴും പച്ച നല്ല ക്രിസ്പി എന്നുള്ള ആ ഒരു ഇതുമാണ്. പക്ഷെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്.